നമസ്കാരം. പാകിസ്ഥാൻ തൂക്കുസഭയിലേക്ക് എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. നവാസ് ഷെരീഫ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രവചനമെങ്കിലും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ PTI പാർട്ടിക്ക് അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയം അവകാശപ്പെട്ട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും രംഗത്തെത്തി. സൈന്യത്തിന്റെ പിന്തുണയുള്ള നവാസ് ഷെരീഫ് മറ്റു പാർട്ടികളുമായി ചേർന്നാണ് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഫലം പ്രഖ്യാപിച്ച 252 സീറ്റുകളിൽ 96 സീറ്റ് ഇമ്രാൻഖാന്റെ PTI സ്വതന്ത്രർ നേടി. നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് 72 സീറ്റും ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 52 സീറ്റുകളിലും വിജയിച്ചു. പാകിസ്ഥാനിൽ സർക്കാർ ഉണ്ടാക്കാൻ 133 സീറ്റിന്റെ ഭൂരിപക്ഷമാണ് വേണ്ടത്. അതേസമയം സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി തുടരുകയാണ് നവാസ് ഷെരീഫ്. ആരുമായും സഖ്യത്തിന് തയ്യാറാണെന്ന് നവാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു. എന്നാൽ ഇമ്രാന്റെ സ്വതന്ത്രരെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കില്ലെന്നും നവാസ് ഷെരീഫ് വ്യക്തമാക്കി. ഒരു വിഭാഗം സ്വതന്ത്രരെ അടർത്തിമാറ്റാൻ നവാസ് ഷെരീഫ് ഇതിനോടകം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇമ്രാന്റെ സ്വതന്ത്രർ ഒന്നിച്ച് ഏതെങ്കിലും അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാനും നീക്കമുണ്ട്. അതേസമയം നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായി സഖ്യത്തിന് തയ്യാറല്ലെന്ന് ബിലാവൽ ഭൂട്ടോയുടെ PPP അറിയിച്ചു. പല മണ്ഡലങ്ങളിലും ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറി നടന്നു എന്ന വാദം ആവർത്തിക്കുകയാണ് ഇമ്രാന്റെ പാർട്ടി. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായതെന്നും ഇമ്രാന്റെ പാർട്ടി വാദിക്കുന്നു. അതേസമയം മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത് ഭീകരവാദത്തെ വോട്ടെടുപ്പിൽ തോൽപ്പിച്ചിരിക്കുകയാണ് പാക് ജനത. ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പിന്തുണയോടെ മത്സരിച്ച മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയീദിന്റെ മകനാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. 3ാം സ്ഥാനത്തേക്ക് പോയ ഭീകരവാദിക്ക് കേവലം 2042 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.